ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ നമുക്ക് വെബ് പേജിലേക്ക് ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വെബ് പേജിൽ iframe ഉപയോഗിക്കാം എന്നതാണ്. iframe എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിൽ തന്നെ നമുക്ക് അതിനുള്ളിലേക്ക് മറ്റൊരു വെബ് പേജിനെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ iframe എന്ന് പറയുന്നത്. അതായത് ഒരു വെബ് പേജിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു വെബ് പേജിനെ ചേർത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ iframe എന്ന് പറയുന്നത്. വെബ് ഡിസൈനിങ് കൺസെപ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു ടാഗാണ് iframe. നമ്മൾ അഡ്വർടൈസ്മെന്റ് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ചേർത്ത് കൊടുക്കാനും നമ്മുടെ വെബ് പേജിൽ പല കാര്യങ്ങൾക്കും നമ്മൾ ഇന്ന് iframe ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരിക്കലും നമുക്ക് വെബ് ഡിസൈനിങ് കൺസെപ്റ്റിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ വെബ് പേജിൽ ഒരു iframe ക്രിയേറ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഞാനിവിടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേജിന്റെ പേര് dd.html എന്നാണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ h1 എന്ന് ചേർത്തു, html എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെൽക്കം ടു iframe എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് ഞാനിവിടുന്ന് സേവ് ചെയ്തു. അതായത് dd.html എന്ന ഫയലോട് കൂടി നമ്മൾ ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ മെയിൻ ഫയലിലേക്ക് എങ്ങനെ നമ്മൾ ഈ രണ്ടാമത് ചേർത്ത് കൊടുത്ത ഫ്രെയിമിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കൊണ്ടുവരിക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന ടാഗോട് കൂടി തുടങ്ങുക. അതിനുശേഷം നമ്മളിവിടെ h1 എന്നൊരു ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ നമുക്ക് സ്ക്രീനിൽ ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് iframe കൊണ്ടുവരേണ്ടത്. ഓക്കെ, iframeന്റെ ടാഗാണ് iframe. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് SRC എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്താണോ ഇതിന് ഫ്രെയിം വേണ്ടത് അല്ലെങ്കിൽ ഏത് ഫയലാണോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ SRC സോഴ്സ് എന്ന ഭാഗത്ത് നമുക്ക് ഏത് പേജിലേക്കാണ് ലിങ്ക് കൊടുക്കേണ്ടത് ആ പേജിന്റെ പേരാണ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. എക്സാമ്പിൾ നമ്മൾ ഡി എന്നുള്ള പേജിലേക്കാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ പേജിന്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. dd.html എന്ന പേരിൽ നമ്മൾ ഈ പേജ് ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് അതായത് ഒരു പേജിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് മറ്റൊരു പേജായിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതായത് ഇതിൽ നമ്മൾ രണ്ടാമത് ചെയ്ത പേജ്, അതായത് ഈ വെൽക്കം ടു iframe എന്ന ഭാഗം നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടെ രണ്ടാമത്തെ പേജിലാണ്. ഓക്കെ, ഈ പേജിൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ബോഡി എന്ന് ചേർത്ത് കൊടുത്തു. ഇത് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇത്തരത്തിൽ നമുക്കൊരു വെബ് പേജിനെ തന്നെ ഒരു വെബ് പേജിനെയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനെ തന്നെ നമുക്ക് ഒരു പേജിൻ്റെ ഉള്ളിൽ മറ്റൊരു പേജായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് iframe ഉപയോഗിക്കുന്നത്. അപ്പോൾ iframe ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഏത് പേജിൻ്റെ പേരാണോ അല്ലെങ്കിൽ ഏത് ഫയലിൻ്റെ പേരാണോ അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൻ്റെ പേരാണോ അത് ജസ്റ്റ് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ഫയലിനെ എങ്ങനെ നമ്മുടെ വെബ് പേജിൽ കൊണ്ടുവരാം എന്നതാണ് പറഞ്ഞത്. ഇനി നമുക്കൊരു വെബ്സൈറ്റിനെ തന്നെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം. അപ്പോൾ വെബ്സൈറ്റിൻ്റെ പേര് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ http www. ഇനി എൻ്റെ വെബ്സൈറ്റിൻ്റെ പേരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്ത് ഇത് റണ്ണ് ചെയ്യുമ്പോൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മുടെ വെബ്സൈറ്റ് എന്താണോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് അതായിരിക്കും നമുക്കിവിടെ കാണിച്ചു തരിക. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മളിതിൻ്റെ വെടുത്ത് ചെറുതാക്കി കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിൽ നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ വെടുത്ത് നമുക്ക് വലിപ്പമൊക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കിത് ഫുൾ സ്ക്രീനായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇതിന് ഈ വെബ്സൈറ്റ് ഈ iframeന് ചുറ്റും നമുക്കൊരു ഫ്രെയിം വരുന്നുണ്ട്. ഈ ഫ്രെയിം നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒരു ബോർഡർ വരുന്നുണ്ട്. ഈ ബോർഡർ നമുക്ക് എങ്ങനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് ഫ്രെയിം ബോർഡർ എന്ന് ചേർത്ത് കൊടുക്കുക. ഫ്രെയിം ബോർഡർ ഈക്വൽ ടു 0 എന്ന വാല്യൂ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫ്രെയിമിന് ചുറ്റും വരുന്ന ബോർഡർ നമുക്ക് ഇതുപോലെ ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ജസ്റ്റ് ആ വെബ്സൈറ്റ് മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളൂ. ഇതിന് ചുറ്റും നമുക്ക് ബോർഡർ ഒന്നും വരുന്നില്ല.
ഈ ഫ്രെയിമിന് ചുറ്റും ബോർഡർ ആയിട്ട് വരുന്നത് 2 വാല്യൂ മാത്രമേ ഉള്ളൂ. നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് ചുറ്റും വന്ന ബോർഡർ നമുക്ക് ഇതുപോലെ ഒഴിവാക്കാം. അതേപോലെ 1 എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റും നമ്മൾ ചേർത്ത് കൊടുത്ത ബോർഡർ നമുക്ക് ഇതുപോലെ കാണാനും കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ചുറ്റുമുള്ള ബോർഡർ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിവിടെ 0 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിന് ചുറ്റും നമുക്കിപ്പോൾ ബോർഡർ ഒന്നും വരുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിഡ്ത്തും ഹൈറ്റും നമുക്ക് 2 വിധത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് പെർസെൻറ്റേജും, അതേപോലെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിക്സലിന്റെ അടിസ്ഥാനത്തിലും നമുക്കിത് ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന്റെ വിഡ്ത്ത് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. പെർസെൻറ്റേജ് വിഡ്ത്ത് ഈക്വൽ ടു 100% എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ iframe ഇതിന് ഫുൾ സ്ക്രീൻ ആയിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്ന് ഫുൾ സ്ക്രീൻ ആയിട്ടാണ് നമുക്കിവിടെ ഇവിടെ നമ്മൾ വിഡ്ത്ത് നമ്മൾ പെർസെൻറ്റേജിലാണ് ചേർത്ത് കൊടുത്തത്. അതേപോലെ നമുക്ക് ഇതിന്റെ ഹൈറ്റും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിക്സലിലാണ്. ഞാൻ ഇതിന്റെ ഹൈറ്റ് ഒരു 500 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 500 എന്ന വാല്യൂ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏതാണ്ട് ഈ പേജിന്റെ ഈ രൂപത്തിൽ നമുക്ക് ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് iframe നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത്, അതേപോലെ തന്നെ എത്രയാണോ നമുക്ക് വിഡ്ത്ത് വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഹൈറ്റും വിഡ്ത്തും നമുക്ക് 2 മെത്തേഡിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് പെർസെൻറ്റേജിലോ അല്ലെങ്കിൽ പിക്സലിലോ നമുക്ക് iframe വിഡ്ത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.